അങ്ങനെ ബെൻഡൻ വീണ്ടും വരുന്നു. എന്നാൽ ഇക്കുറി ഒരു കാർട്ടൂൺ സീരീസ് ആയിട്ടോ സിനിമയായിട്ടോ അല്ല, മറിച്ചൊരു കോമിക്സ് ആയിട്ടാണ് വരവ്. കോമിക്സിന് ഇത്രയും വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം പണ്ട് തൊട്ടേ ബെൻഡന്റെ ഒരുപാട് കോമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. സീരീസിലൊന്നും കാണാത്ത ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ മലയാളത്തിൽ നമ്മുടെ സ്വന്തം ബാലഭൂമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ കോമിക്സ് ഇത്ര ഹൈപ്പ്? അതിന് കാരണം അതിൽ വരാൻ പോകുന്ന കണ്ടന്റ് തന്നെയാണ്. മാൻ ഓഫ് ആക്ഷൻ ടീമാണ് ബെൻഡന് വില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാൻ ഓഫ് ആക്ഷന്റെ ഒറിജിനൽ ഐഡിയ എന്ന് വെച്ചാൽ വളരെയധികം ഡാർക്ക് ആൻഡ് മെച്ചുവേർഡ് ആയിരുന്നു. അതായത് ബെൻ ഇങ്ങനെ ഏലിയനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമല്ലോ, അപ്പോൾ ഉള്ള ഒരു ബോഡി ഹൊറർ സെറ്റപ്പ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഏലിയൻസിന്റെ ഡിസൈൻ ഒക്കെ എടുത്താലും വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനുകൾ, അതേപോലെ വളരെയധികം മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, കൂടുതൽ കോൺസിക്വൻസസ്, റിയൽ വേൾഡിന്റെ കുറെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞ കുറച്ചുകൂടെ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഒറിജിനലി ബെൻഡന്റെ ഇവരുടെ തലയിലുള്ള കോൺസെപ്റ്റ്. എന്നാൽ കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന കുട്ടികൾക്കുള്ള ചാനലിൽ പ്രൈം ടൈമിൽ ഇതൊന്നും എന്തായാലും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഇവർ ടോൺ ഡൗൺ ചെയ്തൊരു വേർഷനാണ് നമ്മൾ കണ്ടിട്ടുള്ള ബെൻഡൻ സീരീസുകൾ. എന്നാൽ അത്രയും ടോൺ ഡൗൺ ചെയ്തിട്ട് പോലും വളരെയധികം കിടിലൻ എക്സ്പീരിയൻസ് ആണ് ബെൻഡന്റെ സീരീസുകളെല്ലാം തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറിജിനൽ മെച്ചോർഡ് പ്ലാൻ തിരികെ വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ വരാൻ പോകുന്ന കോമിക്സ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഹൈപ്പ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ബെൻഡൻ കോമിക്സിന്റെ ഒഫീഷ്യൽ ടീസർ, ആദ്യത്തെ കുറച്ച് പേജുകൾ, കുറെ ആർട്ട് വർക്കുകൾ, കവർ വർക്കുകൾ, ഏലിയൻസിന്റെ ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ഇപ്പോൾ ബെൻഡന്റെ ഡൈനാമൈറ്റ് കോമിക്സിലെ ഫസ്റ്റ് ഇഷ്യൂവിന്റെ കുറച്ച് പേജസ് നമുക്ക് കിട്ടിയത് ഇവർ ഇതിന്റെ ഒരു പ്രിവ്യൂ കൊമിക്ക് പോലെ ഇറക്കി, ഒരു ടീസർ ഇറക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു കൊമിക്ക് ഇവർ ഇറക്കി. അപ്പോൾ ആ ഒരു കൊമിക്കിൽ ആദ്യത്തെ കുറച്ച് പേജസ് അവൈലബിൾ ആണ്. സോ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്നത് ഔട്ടർ സ്പേസ് ആണ്. അവിടെ ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ സെറ്റപ്പിൽ ആരോ ഒരു വലിയ ഏലിയൻ നിൽക്കുന്നു. നമുക്കറിയാം ഇത് വിൽഗാക്സ് ആണെന്ന്. സോ വിൽഗാക്സ് തൻ്റെ സമയം അവസാനം എത്തിയിരിക്കുകയാണ്. അൾട്ടിമേറ്റ് പവർ തനിക്ക് വേണം. നമ്മൾ ഒരു പഴയ കാർട്ടൂണിൽ കണ്ട സംഭവങ്ങൾ തന്നെ ഒമ്നിട്രിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒമ്നിട്രിക്സ് തേടി ഇയാൾ നടക്കുകയാണ്. അത് ഉടനെ തന്നെ തൻ്റെ കൈവെക്കലാവുമെന്ന് വിൽഗാക്സ് പറയുന്നു. വിൽഗാക്സിന്റെ ഡിസൈൻ നമുക്ക് ഒഫീഷ്യൽ ടീസറിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ സ്ഥിരം കണ്ടിട്ടുള്ള ഡിസൈനിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് താനോസും പിന്നെ ഡേവി ജോൺസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വേർഷൻ പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ബെന്നിന്റെ ഏലിയൻസിനെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ വിൽഗാക്സ് ലെസ് ഡിസ്ഗസ്റ്റിംഗ് ആണെന്നൊക്കെ പറയാം. ആ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു പാനൽ കാണിച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഒരു ഉക്ക പോലെ എന്തോ പറന്നു വരുന്ന കാണാം. അപ്പൊ നമുക്കറിയാം ക്ലാസിക് ആയിട്ടുള്ള സീനാണ്. ബെന്നിന് ആ ഒരു ഒമ്നിട്രിക്സ് കിട്ടാൻ പോവുകയാണ്. അപ്പൊ എന്നിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ അവിടെ ചെറിയൊരു ക്യാമ്പിംഗ് സെറ്റപ്പ് പോലെ ബെന്നും ഗ്വെന്നും ഗ്രാൻഡ് പാമാക്സും ഇരിക്കുകയാണ്. സോ ഗ്രാൻഡ് പാമാക്സിനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മെലിഞ്ഞ ഒരാളായിട്ടാണ് കാണുന്നത്. മാത്രമല്ല കണ്ണാടി വെച്ച് താടിയൊക്കെ ഉള്ള ഒരു ഡിഫറെന്റ് വേർഷനാണ്. ഒറിജിനൽ കാർട്ടൂണിൽ നിന്ന് ക്ലീൻ ഷേവ് ആയിട്ട് കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ഡിഫറെന്റ് വേർഷനാണ് കാണിക്കുന്നത്. ബെന്നും ഗന്നും ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും ആ ക്യാരക്ടർ ഡിസൈനിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയ ഒരു സെറ്റപ്പാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കർ ടോൺ വരുന്ന അവിടെ നമുക്ക് കാണാം. സോ ഇവർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു, മാർഷ്മെലോസ് ചുട്ട് കഴിക്കുന്നു, അങ്ങനെ നോർമലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തായിട്ടൊരു പാനലിൽ കാണിക്കുന്നത് ഒരു ആർമി ഓഫീസറെയാണ്. അപ്പം മോളിൽ നിന്ന് ഭൂമിയിലോട്ട് എന്തോ വീഴുന്നു എന്ന് ഇയാൾ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ബെൻഡന്റെ സ്റ്റോറീസ് എടുത്താൽ എസ്പെഷ്യലി ഫസ്റ്റ് എപ്പിസോഡിന്റെ കഥ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ മിലിറ്ററി ഒന്നും വലുതായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. ബെന്നിന്റെ ഓവറോൾ സ്റ്റോറി എടുത്താലും ഏലിയൻ ആയിട്ടുള്ളവരാണ് കൂടുതലും ഇടപെട്ടിട്ടുള്ളത്. പ്ലംബേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ളവരാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കൊമിക്കിലേക്ക് വരുമ്പോഴത്തേക്കും റിയൽ വേൾഡുമായിട്ട് കൂടുതൽ കണക്ഷൻ വരുന്ന പോലെ, അതായത് ഇങ്ങനൊരു സംഭവം നടന്നാൽ മിലിറ്ററി അന്വേഷിക്കും, മിലിറ്ററി ഇന്റർവ്യൂ ചെയ്യും എന്നുള്ളൊരു സംഭവം നല്ല രീതിയിൽ ഇവിടെ കാണിക്കുമെന്ന് ഉറപ്പിക്കാം. കാരണം അതിനനുസരിച്ചാണ് ഈ ഫസ്റ്റ് പാനലിൽ തന്നെ ഇത് കാണിച്ചിരിക്കുന്നത്. സോ ഒരു ആർമി ഓഫീസർ നിരീക്ഷിക്കുകയാണ്. ആൻഡ് നമ്മൾ ഒബ്വിയസ്ലി ബെന്നിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതുപോലെ ഇതൊന്ന് വീഴുന്നു. ബെൻ അതിനെ തിരക്കി പോകുന്നു. അങ്ങനെ ബെന്നിന്റെ കയ്യിലേക്ക് ഇത് കയറി അറ്റാച്ച്ഡ് ആവുന്നു. അങ്ങനെ ഒമ്നിട്രിക്സ് ബെന്നിന്റെ സ്വന്തമാവുന്നു. ഇവിടെ വരുന്ന വലിയൊരു ഡിഫറൻസ്, ബെന്നിനെ തേടി അല്ലെങ്കിൽ ആ ഒമ്നിട്രിക്സിനെ തേടി ഒരു വലിയ ആർമി തന്നെ വരുന്നുണ്ട്. നമുക്ക് ടാങ്ക്സും അതേപോലെ തോക്കൊക്കെ ധരിച്ച് ഒരുപാട് പേര് വരുന്നതൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നു. ബെന്നിനെ തിരക്കി ഗ്രാൻഡ് പാമാക്സ് ഇറങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബെൻ അത് അവിടെ ഒരു വലിയ ബെയറിനെ കാണുന്നു. സോ ഇതും നമുക്കറിയാവുന്നതാണ്. ഒറിജിനൽ കാർട്ടൂണിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കാണുന്ന ഒരു വലിയ ബെയർ ബെന്നിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സൈബോർഗ് ആയിട്ടുള്ള ബെയർ. അപ്പോൾ ഇതൊരു ഏലിയൻ ബെയർ ആണെന്ന് നമ്മൾ അന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ വെച്ചിട്ടാണ് ഈ പ്രൊമോ കോമിക്ക് അവസാനിക്കുന്നത്. അതായത് ഇവിടെ വരെ കറക്റ്റ് കാണിച്ച പ്രൊമോ കോമിക്ക് നിന്നു. ഇതേ പേജുകളൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്ന ഒഫീഷ്യൽ കോമിക്കിലും ഉള്ളത്. ആൻഡ് ഇതിന് ശേഷമുള്ള സീൻ നമുക്കറിയാം ബെന്നിന്റെ ഫസ്റ്റ് എവർ ഏലിയൻ ട്രാൻസ്ഫോർമേഷൻ ടു ഹീറ്റ് ബ്ലാസ്റ്റ്. എന്നാൽ ഇവിടെ ഹീറ്റ് ബ്ലാസ്റ്റിനെ തന്നെ കൊണ്ടുവരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം വേറെ ഏതൊരു ഏലിയനെയും കൊണ്ടുവരാം, ഒരു ആൾട്ടർനേറ്റ് വേർഷൻ ആണ്. സോ ഹീറ്റ് ബ്ലാസ്റ്റിന് പകരം മറ്റൊരു ഏലിയൻ, 4 ആംസോ ഡയമണ്ട് ഹെഡോ ഒക്കെ വരുവാണെങ്കിൽ കൊണ്ടുവരാം. അതോ ഹീറ്റ് ബ്ലാസ്റ്റിന്റെ തന്നെ ഈ ഒരു മെച്ചോർഡ് വേർഷനാണ് അവർ കൊണ്ടുവരുന്നതെന്ന് അറിയാൻ കോമിക്ക് ഇറങ്ങുന്നവരെ കാത്തിരിക്കണം.
DC-യുടെ ആബ്സല്യൂട്ട് യൂണിവേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റീസെന്റ് DC തുടങ്ങിയ ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് ആണ്. അതായത് ആബ്സല്യൂട്ട് ബാറ്റ്മാൻ, ആബ്സല്യൂട്ട് സൂപ്പർമാൻ, ആബ്സല്യൂട്ട് വണ്ടർമാൻ, അങ്ങനെ കുറെ കൊമിക് ടൈറ്റിൽസ് പോകുന്നുണ്ട്. സംഗതി നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു DC-യുടെ ക്ലാസിക് ഹീറോസ് ഉണ്ടല്ലോ, അവരെ കുറച്ചുകൂടെ ഡാർക്ക് ആൻഡ് മെച്യൂർഡ് ആയിട്ട് അവതരിപ്പിക്കുക. അതാണ് ഈ ഒരു ഹോൾ ആബ്സല്യൂട്ട് യൂണിവേഴ്സിന്റെ പ്രത്യേകത. അവിടെ വരുന്ന വില്ലന്മാരായാലും ഹീറോസ് ആയാലും എല്ലാവരും കുറച്ചുകൂടെ ഡാർക്കർ ആണ്, കുറച്ചുകൂടെ പവർഫുൾ ആണ്, അങ്ങനത്തെ ഒരു വെർഷൻ. സോ ഇത് നമ്മൾ ഇതുവരെ കണ്ടതിനും വളരെയധികം വ്യത്യാസമായിട്ട് കുറച്ചുകൂടെ ഒരു ത്രില്ലും കോൺസിക്വൻസും ഒക്കെ തരുന്ന ഒരു സീരീസ് ആണെന്ന് പറയാം. സ്നൈഡറിന്റെ ഒരുപാട് ഡാർക്ക് വെർഷൻ ഒരുപാട് പറയാറുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഡാർക്കറാണ് ഈ ആബ്സല്യൂട്ട് യൂണിവേഴ്സ്. അപ്പോൾ ഈ വരാൻ പോകുന്ന കോമിക്സ് ബെൻഡന്റെ ഒരു ആബ്സല്യൂട്ട് യൂണിവേഴ്സ് ആയിട്ട് കാണാം. അതൊരു ആബ്സല്യൂട്ട് ബെൻഡൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പേരിൽ വേറെ ഫാൻ കോമിക് വരുന്നുണ്ട്, അതുമായിട്ട് കണക്ട് ആക്കണ്ട, ഇത് ഒഫീഷ്യൽ കോമിക്കാണ്. സോ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു ആബ്സല്യൂട്ട് ബാറ്റ്മാൻ, സൂപ്പർമാനൊക്കെ പോലെ ബെൻഡന്റെ ഒരു ആബ്സല്യൂട്ട് വേർഷനാണ് ഈ ഡൈനാമൈറ്റിന്റെ കോമിക്സിലൂടെ വരാൻ പോകും. അതിലെ ഫസ്റ്റ് ഇഷ്യൂവിന്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ ഡിസൈൻസിലാണെങ്കിലും അതുപോലെ മിലിറ്ററിയുടെ ഇന്റർവെൻഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ കുറച്ച് പേജസിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ആവും എന്നറിയാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഇപ്പൊ തന്നെ ഫസ്റ്റ് എപ്പിസോഡ്, ആ ഒരു ക്ലാസിക് എപ്പിസോഡിന്റെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പുതിയ വില്ലൻസ്, DNA ഏലിയൻസ് വരും, കെവിൻ ലെവിൻ വരും, ചാം കാസ്റ്റർ വരും, അതുപോലെ വിൽഗാക്സിന്റെ തന്നെ ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അതേപോലെ ഡോക്ടർ അനിമോ, അങ്ങനെ പറയാനാണെങ്കിൽ കുറേ പേരുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പുതിയ വേർഷൻ. ഇപ്പോൾ തന്നെ ആബ്സല്യൂട്ട് യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അവിടെ നമ്മൾ ഓൾറെഡി DC യൂണിവേഴ്സിൽ കണ്ട ക്യാരക്ടേഴ്സിനെ പുതിയ രൂപത്തിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, അതാണ് ഇവിടെ ബെൻഡനും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾ സ്റ്റോറീസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് നടക്കാൻ പോകുന്നത് അറിയാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ബെൻഡൻ കഴിഞ്ഞ ഒരുപക്ഷെ ഏലിയൻ ഫോഴ്സും അൾട്ടിമേറ്റ് എല്ലാം നമ്മൾ കാർട്ടൂണിൽ കണ്ട കഥയുടെ ഒരു വാട്ട് ഇഫ് വേർഷനായിട്ട് ഇവർ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കോമിക്സ് ഇറക്കുമ്പോൾ അതിന്റെ മെയിൻ കവർ മാത്രമായിരിക്കില്ല, വേരിയന്റ് കവേഴ്സ് കാണും. അതായത് ചില കോമിക്സ് ഒക്കെ വേറെ കവറിലായിരിക്കും കിട്ടുക, ചിലതിനകത്ത് ഒരു സ്പെഷ്യൽ എഡീഷൻ ഒക്കെ വരുവാണെങ്കിൽ അതിനകത്ത് പല വേരിയന്റ് കവേഴ്സ് ഒക്കെ ഫീച്ചർ ചെയ്യാറുണ്ട്. അതുപോലെ ബെൻഡന്റെ ഈ കോമിക്സ് എടുത്താലും ഓൾറെഡി ഒരുപാട് കവറുകൾ കാണിക്കുന്നുണ്ട്. ബെൻ അടുത്ത് നിന്നിട്ട് ചുറ്റും ഏലിയൻസ് എന്നുള്ള ആ ഒരു ക്ലാസിക് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഇൻട്രസ്റ്റിങ് പല കൊമിക്കുകൾക്കും ഇവർ ട്രിബ്യൂട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഡയമണ്ട് ഹെഡിനെ വെച്ചിട്ട് ഫസ്റ്റ് ഇഷ്യൂവിന്റെ ഒരു വേരിയന്റ് കവർ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കൈജു നമ്പർ 8 എന്ന് പറഞ്ഞ മാങ്കയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. ഇതിന്റെ അനിമയും വന്നിട്ടുണ്ട്, നിങ്ങൾ കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റൊന്ന് എടുക്കുവാണെങ്കിൽ ഇമേജ് കോമിക്സിന്റെ പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കിന്റെ ഫസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ഫോറാംസിനെ കാണിച്ചുകൊണ്ട് ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറെ റീക്രിയേഷൻ സെറ്റപ്പ് ഇവിടെയുണ്ട്. ബെൻഡൻ കാർട്ടൂണിൽ നമുക്കറിയാം എപ്പിസോഡൊക്കെയായിട്ടാണ് കഥകളെല്ലാം പൊക്കോണ്ടിരുന്നത്. അത് ഒരു എപ്പിസോഡിൽ ഒരു കഥ, ചില സമയത്ത് 2-3 എപ്പിസോഡൊക്കെ കണക്ട് ആവാറുണ്ട്, 2 പാർട്ടായിട്ട് വരാറുണ്ട്. ഇപ്പൊ തന്നെ മറ്റേ മമ്മിയും വെയർവൂൾഫും ഗോസ്റ്റ് ഫ്രീക്കും ഒക്കെ ഒരുമിക്കുന്ന ക്ലാസിക്കലുണ്ടായിരുന്നുണ്ട്. അതുപോലെ ഓവർ ആർക്കിംഗ് സ്റ്റോറീസ് വരാറുണ്ടെങ്കിലും അതുപോലെ വളരെ ചുരുക്കമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൊമിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്ക് സെറ്റപ്പിലായിരിക്കും പോകുക. നമ്മുടെ മാർവൽ DC ഒക്കെ എടുത്താലും ഒറ്റൊരു ഇഷ്യൂവിൽ ഒരു കഥ അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. ഒരു ആർക്ക് സെറ്റപ്പായിട്ട് ഒരു 10-12 ഇഷ്യൂ ഒറ്റ ആർക്ക്, അതിനുശേഷം അടുത്ത ആർക്ക്, അങ്ങനെയാണ് കോമിക്സുകൾ വർക്ക് ചെയ്യുന്നത്. സോ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ബെൻഡന്റെ കൊമിക്കും വരുന്നത്. കാർട്ടൂൺ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ കോമിക്സിൽ അത് കാണാൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ കട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിതിൽ കിട്ടാൻ പോകുക. വിൽഗാക്സും ബാക്കി വില്ലന്മാരും കൂടുതൽ ഡാർക്ക് ആൻഡ് ടെറർ ആവും. അതേപോലെ ബെന്നിന്റെ ഏലിയൻസിനെ കാണാൻ കുറച്ചുകൂടെ ക്രീപ്പി ആവും. അങ്ങനെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കോമിക്സിൽ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ബെന്നിന് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ യൂണിവേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു വെപ്പൺ കിട്ടുന്നതാണ് ബെൻഡൻ എന്ന ഒരു ഹോൾ കാർട്ടൂൺ സീരീസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. പക്ഷേ ഗ്രാൻഡ് പാ മാക്സിന് കീഴിൽ ഒരു നല്ല കുട്ടിയായിട്ട് തന്നെയാണ് ബെൻഡൻ പോകുന്നത്. അതേപോലെ ഒരു കാർട്ടൂൺ കിഡ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ബെൻ ഈവിൾ ആവുന്നൊന്നും കാണിക്കാൻ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ കോമിക്സിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഇതിന്റെ ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. അതുപോലെ പണ്ട് ബെൻഡൻ കണ്ടു വളർന്ന നമ്മളെ പോലെയൊക്കെ ഉള്ളവരിപ്പോൾ അഡൾട്ട്സായി നമ്മളെ കൂടെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെൻ കുറച്ചുകൂടെ ഡാർക്കർ വേർഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ പല ഡെത്ത്സും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഗ്രാൻഡ് പാ മാക്സ് ഒക്കെ ചിലപ്പോൾ ആദ്യത്തെ ക്ലാസിക് വേർഷനിൽ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാർട്ടൂണിൽ മരിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഡെത്ത് ഈസ് എ ഡെത്ത്, ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുക എന്നൊരു പോസിബിലിറ്റി. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കഥയാണ് ബെൻഡൻ്റേത്. ഓൾറെഡി അറിയാവുന്ന കഥാപാത്രങ്ങളും കഥയും ഒക്കെ പുതിയൊരു ലെൻസിലൂടെ വരുന്നു. അതാണ് ഈ കോമിക്സ് ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആക്കുന്നത്. ഈ വരുന്ന മെയ്യിൽ കോമിക്സിന്റെ ഫസ്റ്റ് ഇഷ്യൂ റിലീസ് ആവും. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻസിലാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതേപോലെ ഇതിലെ ഏലിയൻ ഡിസൈൻസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം ക്രീപ്പിയാണ്. അതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുകൊണ്ടുവന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.